നമസ്കാരം, ഷെറുതിരുവല്ലയാണ്. ഞാനിപ്പോൾ ഉള്ള പ്രാവൻകൂടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ദോശക്കടയിൽ ഇവിടെ പല തരത്തിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള ദോശയുണ്ട്. അതെല്ലാം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമസ്കാരം. ഏതൊക്കെ വെറൈറ്റി ദോശകളാണ് ഇവിടെ ഉള്ളത്? വെജിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്, നോൺ വെജിലും ഉണ്ട്. നോൺ വെജിലാണെങ്കിൽ നമുക്ക് ചിക്കൻ ദോശയുണ്ട്, ചിക്കൻ മസാല ദോശയുണ്ട്, ചില്ലി ചിക്കൻ ദോശയുണ്ട്, പിന്നെ ബീഫ് ദോശയുണ്ട്, ബീഫ് മസാലയുണ്ട്, ബീഫ് ചില്ലി ഉണ്ട്, പിന്നെ ചിക്കനും ബീഫും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരുന്ന കോക്ടെയിൽ ദോശയുണ്ട്. അതുപോലെ തന്നെ വെജിലാണെങ്കിൽ ബീട്രൂട്ട് ദോശയുണ്ട്, ക്യാരറ്റ് ദോശയുണ്ട്, ഒനിയൻ ദോശയുണ്ട്. ഏകദേശം എത്ര ഇനം ദോശകളുണ്ട്? നമുക്ക് ഒരു 54 വരും. ഓക്കെ. ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെങ്ങന്നൂർ പ്രാവൻകൂട് വരും. ചെങ്ങന്നൂർ പ്രാവൻകൂട്. ദോശ വരുമ്പോൾ 60, പിന്നെ ചിക്കൻ ദോശ വരുമ്പോൾ 120, ചിക്കൻ മസാല ചിക്കൻ ചില്ലി വരുമ്പോൾ 20 രൂപ അടുത്ത് എക്സ്ട്രാ ആഡ് ആകും, 140 വെച്ച് വരും. അതേപോലെ സെയിം റേറ്റ് തന്നെ ആയിരിക്കും ബീഫിന്. പിന്നെ ഒനിയൻ ദോശ 60, ഗീ റോസ്റ്റ് 70, പിന്നെ ബീട്രൂട്ട് ദോശ ഉണ്ട്, അത് 60. ഇപ്പോൾ നമുക്ക് ബീഫ് ദോശ കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചിക്കൻ ദോശയുണ്ട്, അതുപോലെ തന്നെ കട്ടൻ ചായയുണ്ട്. അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ബീഫ് ദോശയായിരുന്നു. അതുപോലെ തന്നെ ദോശയുടെ പല തരത്തിലുള്ള പല വെറൈറ്റി ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇതിലെ പോയപ്പോഴാണ് ഇങ്ങനൊരു കട കണ്ടത്. അപ്പം നമ്മളിവിടെ വന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഈ സ്ഥലമുള്ളത് പ്രാവൻകൂടാണ്. പ്രാവൻകൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കടയുള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ദോശയുടെ ഒരു വെറൈറ്റി ഐറ്റം കഴിക്കുന്നത്. സാധാരണ മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഐറ്റം ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഇതിലെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കടയിൽ കയറുക. പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ദോശ കിട്ടും. എന്തായാലും കുഴപ്പമില്ല, ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ ജിജോപ്പനുണ്ടായിരുന്നു. അവന് ചിക്കൻ ദോശയാണ് കഴിക്കുന്നത്. ജിജോപ്പ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടോടാ? ഇല്ല, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആദ്യമായിട്ടാണ്. സാധാരണ മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ദോശ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ പല വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. എത്ര പേര് വന്നാലും ഇവിടെ നിന്ന് കഴിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ദോശയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു സിംഗിൾ ഓംപ്ലേറ്റും അതുപോലെ തന്നെ കട്ടൻ കാപ്പിയും ഉണ്ട്. അതുപോലെ കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.